ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കുന്നത് ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ, നമ്മുടെ കേരളത്തിലെ ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്പെക്സ് സ്ഥാപനമായ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്ന ആ സ്ഥാപനത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ KCRDB എന്ന് പറയും. നമുക്കറിയാം, നമ്മൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എടുക്കുകയാണെങ്കിൽ മജോറിറ്റി ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ് അഡോപ്റ്റഡ് ടു ടയർ സ്ട്രക്ചർ ഫോർ ലോങ് ടേം ക്രെഡിറ്റ് എന്നാണ്. അതായത് ദീർഘകാല വായ്പക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മിക്ക സംസ്ഥാനങ്ങളിലും അവര് സ്വീകരിച്ചിട്ടുള്ള മാതൃക എന്ന് പറയുന്നത് ദ്വിതല സംവിധാനമാണ്. ഈ ദ്വിതല സംവിധാനം എന്ന് പറയുന്നത് ഏറ്റവും മുകൾ തട്ടിലായിട്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കും, അതിന് താഴത്തായിട്ട് പ്രാഥമിക തലത്തില് ഏതിനെ കുറിച്ച് PCRDB എന്ന് പറയും, പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. അപ്പൊ നമ്മൾ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ മിക്ക സംസ്ഥാനങ്ങളിലും നമ്മൾക്ക് കണ്ടുവരുന്നത് ഇതേപോലെ ടു ടയർ സ്ട്രക്ചർ ആണ്. ഏതിനു വേണ്ടിയിട്ട്? ലോങ് ടേം ക്രെഡിറ്റിന് വേണ്ടിയിട്ട്. കേരളത്തിൽ അതുപോലെ തന്നെയാണ്. കേരളത്തിലെയും ലോങ് ടേം ക്രെഡിറ്റിന്റെ ഘടന എന്ന് പറയുന്നത് ടു ടയർ സ്ട്രക്ചർ ആണ്, ദ്വിതല സംവിധാനമാണ്. ആ ദ്വിതല സംവിധാനത്തിലെ ഏറ്റവും മുകൾ തട്ടിൽ വരുന്ന സ്ഥാപനമാണ് ഇത് KCRDB, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. എന്താണ് പേര്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്ന KCRDB ബാങ്കിനെ കുറിച്ചാണ്, KCRDBയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് എടുക്കുന്ന ക്ലാസ്. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകുന്നു. എന്താണ് ഇതിന്റെ പ്രത്യേകത? അപ്പെക്സ് ബാങ്ക് ഫോർ ലോങ് ടേം ക്രെഡിറ്റ് ഇൻ കേരള. ഫസ്റ്റ് പോയിന്റ് അതാണ്. ഓക്കെ, അപ്പെക്സ് ബാങ്ക് ഫോർ ലോങ് ടേം ക്രെഡിറ്റ് ഇൻ കേരള. ദീർഘകാല വായ്പ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൽ രൂപീകരിച്ചിട്ടുള്ള അപ്പെക്സ് ബാങ്ക്, കേരളത്തിൽ പ്രവർത്തിക്കുന്ന അപ്പെക്സ് ബാങ്ക് ഏതാണ്? അത് KCRDB ആണ്. ദീർഘകാല വായ്പ. നേരെ മറിച്ച് അപ്പെക്സ് ബാങ്ക് ഫോർ ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ക്രെഡിറ്റ് എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ അതിന്റെ ആൻസർ ഏതാണ്? അത് കേരള ബാങ്ക് ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ചോദ്യം ഇതാണ്, ഇറ്റ് ഈസ് ദ അപ്പെക്സ് ബാങ്ക്, വിച്ച് ഈസ് ദ അപ്പെക്സ് ബാങ്ക് ഫോർ ലോങ് ടേം ക്രെഡിറ്റ് ഇൻ കേരള എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഏതാണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. ഓക്കെ, ടു ടയർ സ്ട്രക്ചർ നമ്മൾ നേരത്തെ പറഞ്ഞു, ടു ടയർ സ്ട്രക്ചർ ആണ് നമ്മൾ കേരളത്തിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ടു ടയർ സ്ട്രക്ചർ, ദ്വിതല സംവിധാനമാണ് നമ്മൾ ഇവിടെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ദ്വിതല സംവിധാനത്തിലെ പ്രൈമറി ലെവൽ സ്ഥാപനം ഏതാണ്? PCRDB ആണ്. പ്രൈമറി ലെവൽ ഏതാണ്? PCRDB, പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആണ് പ്രാഥമിക തലത്തിൽ. അപ്പെക്സ് ലെവൽ സ്ഥാപനം ഏതാണ്? KCRDB ആണ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. അപ്പം ലോങ് ടേം ഘടനയാണ് നമ്മൾ ഇവിടെ, ലോങ് ടേം ഘടന അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാ? ഏത് ടയർ ആണ്? ടു ടയർ സംവിധാനമാണ്, ദ്വിതല സംവിധാനമാണ്. ഏറ്റവും പ്രാഥമിക തലത്തിൽ PCRDBയും അതിനു മുകളിലായിട്ട് KCRDBയും, അതാണ് ദ്വിതലം, ടു ടയർ. ഓക്കെ, ദെൻ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ദ അപ്പെക്സ് ബോഡി ഓഫ് ദ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്സ് ഇൻ ദ സ്റ്റേറ്റ്. നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിന്റെ അപ്പെക്സ് ബോഡിയാണ് ഏത്? KCRDB. ഓക്കെ, ദെൻ സെക്ഷൻ 2RA, നമ്മുടെ KCS ആക്ട് എടുത്തു കഴിഞ്ഞാൽ KCS ആക്ടിന്റെ സെക്ഷൻ 2RA, 2 ബ്രാക്കറ്റിൽ സ്മോൾ ലെറ്റർ RA ഡിഫൈൻ ചെയ്യുന്നത് ഒരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിനെ കുറിച്ചാണ്. ഇതിനെ കുറിച്ചാണ് പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. ഏതാണ്? സെക്ഷൻ 2RA ഡെഫിനിഷൻ ഏരിയ ആണ്. എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? മീൻസ് എന്ത് സൊസൈറ്റിയാ? അനപ്പെക്സ് സൊസൈറ്റി. എന്താണ്? അനപ്പെക്സ് സൊസൈറ്റി ഹാവിംഗ് ഓൺലി പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആസ് ഇറ്റ്സ് മെമ്പർ. ആരാ ഇതിലെ മെമ്പർ എന്ന് പറയുന്നത്? PCRDB ആണ്. ആരാ മെമ്പർ? PCRDB ആണ്.
ആൻഡ് ഫങ്ഷനിങ് ഇൻ അക്കോർഡൻസ് വിത്ത് എന്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്? ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ KCRDB Act 1984. 1984 KCRDB ആക്ടിൽ പറയുന്ന വ്യവസ്ഥകൾക്കനുസരിച്ചാണ് ആര് പ്രവർത്തിക്കുന്നത്? FCRDB പ്രവർത്തിക്കുന്നത്. എവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്? സെക്ഷൻ 2RA ഡിഫൈൻ ചെയ്യുന്നുണ്ട്. 2RA, RA എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ RA ആണ് കേട്ടോ. RA ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എന്താണ്? ഇതൊരു അപ്പെക്സ് സൊസൈറ്റി ആണ്. മെമ്പേഴ്സ് എന്ന് പറയുന്നത് PCRDB ആണ്. അവർ ഫങ്ഷൻ ചെയ്യുന്നത് KCRDB ആക്ട് 1984 അനുസരിച്ചാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഒരു KCRDB അല്ലേ ഉള്ളൂ. ആ KCRDB രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് KCS ആക്ടും പ്രകാരമാണ്. പക്ഷേ അവർ പ്രവർത്തിക്കുന്നത് എന്തിനനുസരിച്ചാണ്? KCRDB ആക്ട് 1984 അനുസരിച്ചാണ്. അതായത് രജിസ്ട്രേഷൻ KCS ആക്ട് അനുസരിച്ചും ഓപ്പറേഷൻസ് ഏതനുസരിച്ചാണ്? KCRDB ആക്ട് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, പറയുന്നുണ്ട് ഇറ്റ് ഈസ് ആൻ അപ്പെക്സ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ KCS ആക്ട്. ഇറ്റ്സ് ഓപ്പറേഷൻസ് ആർ റെഗുലേറ്റഡ് ബൈ ആരാണ്? KCRDB ആക്ട് 1984 ആണ്. ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ഇതൊരു അപ്പെക്സ് സൊസൈറ്റി ആണ്. രജിസ്റ്റർ ചെയ്തിരിക്കുന്ന KCS ആക്ട് അനുസരിച്ചാണ്. 1969 KCS ആക്ട് അനുസരിച്ചാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവരുടെ പ്രവർത്തനങ്ങളെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? KCRDB ആക്ട്. ആക്ട് നമ്പർ 20 ഓഫ് 1984 ആണ്. ആക്ട് നമ്പർ 20 നമ്മൾ പഠിക്കുന്നത്. ആക്ട് നമ്പർ 20 ഓഫ് 1984 KCRDB ആക്ട്. ആ KCRDB ആക്ട് ആണ് ഇവരുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നത്? റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, കേരളത്തിലെ ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിന്റെ ഘടന എത്രയാണ്? 2 ടയർ സംവിധാനമാണ്. അപ്പെക്സ് ലെവല് KCRDB, പ്രൈമറി ലെവൽ PCRDB. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ലോങ് ടേം ക്രെഡിറ്റിന് എത്ര ടയർ തന്നെയാണ്? 2 ടയർ തന്നെയാണ്. നമ്മുടെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അപ്പൊ എന്താണ് ഒരു KCRDB എന്ന്? അല്ലെങ്കിൽ ഒരു KCRDB അല്ല, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്താണെന്ന് നമ്മുടെ KCS ആക്ടിൽ സെക്ഷൻ 2RA ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എന്താണ് KCRDB എന്ന് പറയുന്നത്? അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു അപ്പെക്സ് സൊസൈറ്റി ആണ്. ഓക്കെ, ഏരിയ ഓഫ് ഓപ്പറേഷൻ അപ്പൊ സംസ്ഥാനം മുഴുവനാണ്. മെമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രൈമറി സൊസൈറ്റി ആണ്, അതായത് PCRDB ആണ്. ദെൻ അവരുടെ ഫങ്ഷൻസ് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് KCRDB ആക്ട് 1984 അനുസരിച്ചാണ്. അതാണ് സിമ്പിൾ ആയിട്ട് ഏതെന്ന് പറയുന്നത് KCRDB. ഓക്കെ, ദെൻ അതിന്റെ ഒറിജിൻ, KCRDBയുടെ ഒറിജിൻ ആണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ് ഈ ഒറിജിൻ, ഒന്ന് ഓർത്തു വെച്ചേക്കണം. 1931 1931 the state land mortgage bank started functioning in the East Vile Travancore state. തിരുവിതാംകൂർ സംസ്ഥാനത്ത് 1931 എന്തുണ്ട്? ഒരു സംസ്ഥാന ലാൻഡ് മോർഗേജ് ബാങ്ക്, ഭൂപണയ ബാങ്ക്. നമുക്കറിയാം ഇപ്പോഴത്തെ KCRDBയുടെ ഒക്കെ പഴയ പേര് എന്ത് തന്നെയാണ്? ലാൻഡ് മോർഗേജ് ബാങ്ക് എന്നാണ്, ഭൂപണയ ബാങ്ക് എന്നാണ്. അപ്പൊ അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഭൂപണയ ബാങ്ക് ആരംഭിച്ച വർഷം 1931 എവിടെയാണ്? ഈസ്റ്റ് വൈൽ ട്രാവൻകൂർ സ്റ്റേറ്റിലാണ്. 1935 കൊച്ചിൻ സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് കൊച്ചിൻ ഏരിയയിൽ ആരംഭിക്കുന്നു. 1935 എന്താരംഭിക്കുന്നു? കൊച്ചിൻ സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് എവിടെ ആരംഭിക്കുന്നു? കൊച്ചിൻ ഏരിയയിൽ ആരംഭിക്കുന്നു. ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? തൃശ്ശൂരാണ്. കൊച്ചിൻ ഏരിയയിൽ ആരംഭിച്ച കൊച്ചിൻ ലാൻഡ് മോർഗേജ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? തൃശ്ശൂരാണ്. അപ്പൊ 2 ബാങ്കായി. ട്രാവൻകൂറിൽ 1931 ആയി. ദെൻ 1935 കൊച്ചിൻ സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് എവിടെയാണ്? കൊച്ചിൻ ഏരിയ. ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? ദാറ്റ് ഈസ് ഇൻ തൃശ്ശൂർ. അപ്പൊ ഒരു ഏരിയ കൂടി ഉണ്ടല്ലോ, ഏതാണ്? മലബാർ ഏരിയ. മലബാർ ഏരിയയിലെ 3 ലാൻഡ് മോർഗേജ് ബാങ്ക് ഉണ്ടായിരുന്നു. 3 ലാൻഡ് മോർഗേജ് ബാങ്ക്. 3 ലാൻഡ് മോർഗേജ് ബാങ്ക്സ് ഇൻ മലബാർ ഏരിയ. ഏത് വർഷം? 1938 ഫോം ചെയ്തു. എവിടെയൊക്കെ? 1 കോഴിക്കോട്, 2 പാലക്കാട്, 3 തലശ്ശേരി. എവിടെയൊക്കെയാണ്? കോഴിക്കോടും പാലക്കാടും തലശ്ശേരിയിലുമായിട്ട് 3 ലാൻഡ് മോർഗേജ് ബാങ്ക് 1938 എവിടെ? ഏത് ഏരിയ? മലബാർ ഏരിയയിൽ ആരംഭിച്ചു. ഇവര് മദ്രാസ് സെൻട്രൽ ലാൻഡ് മോർഗേജിൽ അഫിലിയേറ്റ് ചെയ്തവര് എവിടെയാണ്? മദ്രാസ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക്. മദ്രാസ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് നമുക്കറിയാം
ഓക്കെ. മദ്രാസ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് 1929 മദ്രാസിൽ ടൗൺസൺ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു. മദ്രാസ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് ആക്ട് എന്ന് പറയുന്നത് 1932 ആണ്. 1934 മദ്രാസ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് ആക്ട്. ഓക്കെ. അപ്പം ആ ആക്ടും പ്രകാരം, ആ ആക്ടിനനുസരിച്ചാണ് അല്ലെങ്കിൽ അതിലും പ്രകാരം മദ്രാസ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്കിൽ ഈ കോഴിക്കോട്, പാലക്കാട് ആൻഡ് തലശ്ശേരിയിൽ രൂപീകരിച്ചിട്ടുള്ള ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി അവിടെയാണ് അഫിലിയേറ്റ് ചെയ്തത്. മദ്രാസ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്കിൽ അഫിലിയേറ്റ് ചെയ്തു. അപ്പം അത് ഓർത്തു വെക്കേണ്ട പോയിന്റ് ഇതാണ്. മദ്രാസ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് രൂപീകരിച്ചത് ടൗൺസൺ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലാണ്. ആ ഒരു പോയിന്റ് ഓർത്തു വെച്ചേക്കണം. ടൗൺസൺ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലാണ്. പിന്നീട് ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് 1938 ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് രൂപീകരിച്ചു. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന രീതിയിൽ. ഏത് വർഷമാണ്? 1938 1938 ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് രൂപീകരിച്ചു. എന്തായിട്ട്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന രീതിയിൽ. ആൻഡ് സ്റ്റേറ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക്സ് മെർജ്ഡ് ഇൻടു ഇറ്റ്. അപ്പൊ അതുവരെ രൂപീകരിച്ച ലാൻഡ് മോർഗേജ് ബാങ്കുകൾ എവിടെ മെർജ് ചെയ്തു? ഈ ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്കിൽ മെർജ് ചെയ്തു. ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്കിൽ മെർജ് ചെയ്തു. ഏത് വർഷമാണ് ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക്? 1938 1938. അപ്പൊ 31 ട്രാവൻകൂർ ഏരിയ, 35 കൊച്ചിൻ ഏരിയ, 38 മലബാർ ഏരിയ. ആ 38 തന്നെ ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആയിട്ട് രൂപീകരിച്ചു. അവിടെ മറ്റ് സ്റ്റേറ്റ് ലാൻഡ് മോർഗേജ് ബാങ്കുകൾ അവിടെ എന്ത് ചെയ്തു? വന്നിട്ട് മെർജ് ചെയ്തു 1938. ഓക്കെ. അപ്പോഴാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി റെക്കമെൻഡഡ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി റെക്കമെൻഡഡ് എന്താണ്? റീഓർഗനൈസേഷൻ ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ. എന്ത് ചെയ്യാം? റീഓർഗനൈസേഷൻ ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ റെക്കമെൻഡഡ് ബൈ ആരാണ്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അല്ലെങ്കിൽ ഗോർവാല കമ്മിറ്റി. റീഓർഗനൈസേഷൻ ഓഫ് റൂറൽ ക്രെഡിറ്റ് സ്ട്രക്ചർ, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ. ഓക്കെ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്കിന്റെ സക്സസർ ആയിട്ട് ദ കേരള കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക്. ഓക്കെ. ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്കിന്റെ സക്സസർ ആയിട്ട് അതിനുശേഷം കേരള കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക് KCCLMB ഓർഗനൈസ് ചെയ്തു. എന്ന് ഒക്ടോബർ 4 1956. ഇമ്പോർട്ടന്റ് വർഷമാണ്. ഒക്ടോബർ 4 1956 ഓർഗനൈസ് ചെയ്തു. പ്രവർത്തനം ആരംഭിച്ചത് 25 ഒക്ടോബർ 1956. 25 ഒക്ടോബർ 1956 എന്ത് ചെയ്തു? പ്രവർത്തനം ആരംഭിച്ചു. രജിസ്റ്റർ ചെയ്ത വർഷം ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്? നമ്മളിപ്പോ KCRDB രജിസ്റ്റർ ചെയ്ത വർഷം ചോദിച്ചാൽ ഏതാണ്? ഒക്ടോബർ 4 1956 അല്ലെങ്കിൽ 4/10/1956. പ്രവർത്തനം ആരംഭിച്ചത് 25 ഒക്ടോബർ 1956. 25 ഒക്ടോബർ 1956 പ്രവർത്തനം ആരംഭിച്ചു. ഇത് 1938 രൂപീകരിച്ച ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്കിന്റെ സക്സസർ ആയിട്ട് കണക്കാക്കും. പേരെങ്ങനെയാണ്? കേരള കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക്. കേരള കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക് KCCLMB. കേരള കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക് KCLMB എന്നറിയപ്പെടും. രജിസ്റ്റർ ചെയ്ത വർഷം 1956 ഒക്ടോബർ 4 പ്രവർത്തനം ആരംഭിച്ചത് 25 ഒക്ടോബർ 1956. ഈ 4-10 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. ദ കേരള കോപ്പറേറ്റീവ് നമ്മുടെ എക്സാമിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കേരള കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക് ആക്ട് പാസാക്കിയ വർഷം. ഇതാണ് കേരള കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക് ആക്ട് പാസാക്കിയ വർഷം. ഏതാണ്? 1960 ആണ്. ഇമ്പോർട്ടന്റ് ആണ്. 1960 കേരള കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക് ആക്ട് വർഷം ഏതാണ്? 1960. കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1961. 1960 പാസാക്കി.
1961 പ്രാബല്യത്തിൽ വന്നു. ആക്ടിന്റെ പേരെന്താണ്? കേരള കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക്. കേരള കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക് ആക്ട് 1960 പാസാക്കി, 61 പ്രാബല്യത്തിൽ വന്നു. ഓക്കെ, ദെൻ അതിനുശേഷം with the enactment of Kerala State Cooperative Agricultural Development Bank Act. നോക്കിക്കേ, with the enactment of ആക്ടിന്റെ പേരെന്താ? കേരള കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ബാങ്ക്. നോക്കി, ഇവിടെ റൂറൽ ഇല്ല, ഡെവലപ്മെന്റ് ബാങ്ക്. ഏത് വർഷം? 29th April 1984 പാസാക്കി. 29th April 1984. 29th April 1984 പാസാക്കി. ആക്ട് നമ്പർ 20 ഞാൻ നേരത്തെ പറഞ്ഞു. ആക്ട് നമ്പർ 20 of 1984 and coming into force on 30th July 1984. എന്തായിട്ട് മാറി? 30th July 1984 ആ നിയമം പ്രാബല്യത്തിൽ വന്നു. ആ നിയമത്തിന്റെ പേരെന്താ? കേരള കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആക്ട് പാസാക്കിയ വർഷം 29 April 1984, പ്രാബല്യത്തിൽ വന്നത് 30 July 1984. അപ്പോൾ കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക്, കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്കിന്റെ പേര്, അതായത് കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക്, അതിന്റെ പേര് എന്തായിട്ട് മാറി? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആയിട്ട് മാറി. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആയിട്ട് മാറി. എങ്ങനെ മാറി എന്നാ അങ്ങനെ മാറിയത്? ഇപ്പൊ നോക്കിക്കേ, KCCLMB എന്താണ്? കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക്. ഈ ആക്ട് ഏത് വർഷമാണ്? 1960, 1961 പ്രാബല്യത്തിൽ വന്നു. ഈ പേര്, അതായത് KCCLMB എന്ന് പറയുന്ന പേര് മാറിയത് എന്നാണ്? 30th July 1984. എങ്ങനെ മാറി? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആക്ട്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആയ. റൂറൽ വന്നിട്ടില്ല ഇവിടെ. അപ്പം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് മാറി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആയിട്ട് മാറിയത് 30 July 1984 മുതലാണ്. 30th July 1984. പിന്നീട് KCRDB ആക്ട്, KCRDB എന്ന് പറയാറായിട്ടില്ല, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആക്ട് അമെൻഡ് ചെയ്തു. എന്ന് അമെൻഡ് ചെയ്തു? 1990, 11th May 1990 ഭേദഗതി വരുത്തി. 11th May 1990 ഭേദഗതി വരുത്തിയപ്പോഴത്തേക്കും ആക്ടിന്റെ പേര്, അല്ലെങ്കിൽ ഈ ബാങ്കിന്റെ പേര് എന്തായിട്ട് മാറി? റൂറലും കൂടെ വന്നു. അങ്ങനെ ഇപ്പോൾ നിലവിലേതാണ്? KCRDB, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്നാണ് ഇതിന്റെ പേര് ഇപ്പോൾ. അപ്പൊ നോക്കിക്കേ, ആദ്യം 1938 ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക്, അതിനുശേഷം പിന്നീട് 1960 ആക്ട് വന്നു. ഇതാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് ആക്ട്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അല്ലെങ്കിൽ കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് ആക്ട് 1960 പാസാക്കി, 61 പ്രാബല്യത്തിൽ വന്നു. ബാങ്കിന്റെ പേര് എങ്ങനെയായി? കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് എന്നായി. അത് പിന്നീട് 1984 ആക്ട് പാസാക്കിയ KCRDB ആക്ട് പാസാക്കി. അപ്പോൾ എന്തായിട്ട് മാറി? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആയി. അത് പിന്നീട് ഇപ്പോൾ കാണുന്ന KCRDBയിലേക്ക് മാറിയത് 11th May 1990. അതായത് KCRDB ആക്ട് ഭേദഗതി വരുത്തി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്നായിട്ട് മാറിയത് 11th May 1990 മുതലാണ്. ഇപ്പോൾ അതാണ്. അതിനു മുമ്പ് റൂറൽ എന്ന് പറയുന്ന വാക്കില്ല. 84 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ബാങ്ക് എന്നേ ഉള്ളൂ. 1960 ബാങ്കിന്റെ പേരെന്താണ്? കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് എന്നാണ്. ആക്ട് 60 പ്രാബല്യത്തിൽ വന്നത് 61.
ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതിന്റെ പേര് നമുക്കറിയാം. ഇപ്പോൾ ഇതിന്റെ പേര് എന്താണ്? KSCARDB, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്നാണ്. ഇത് എന്നാ വന്നത്? 11 മെയ് 1990 ഈ ഒരു പേര്, റൂറൽ എന്ന് പറയുന്ന പേരോട് കൂടി വന്നത് 11 മെയ് 1990. ഓക്കെ, ദെൻ അടുത്തത്, ഈ ബാങ്ക് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും 4 PCRDB ഉണ്ടായിരുന്നു, 4 പ്രൈമറി ബാങ്ക് ഉണ്ടായിരുന്നുള്ളൂ. ഫെഡറൽ സ്ട്രക്ചർ തന്നെയാണ്. ഫെഡറൽ എന്ന് പറയുമ്പോൾ പ്രൈമറിയും അപ്പെക്സും ഫെഡറൽ സ്ട്രക്ചർ തന്നെയാണ്. 4 പ്രൈമറി ബാങ്ക് ആയിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. 4 പ്രൈമറി ബാങ്ക് ആണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ആ സ്ഥാനത്ത് ഇപ്പോൾ 77 PCRDB ഉണ്ട്. എത്രയുണ്ട്? 77 PCRDB ആണ് നിലവില് KCRDBയിൽ അംഗമായിട്ടുള്ളത്. 77 PCRDB ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് രൂപീകരിച്ച 76ാമത്തെ PCRDB പയ്യന്നൂരും 77ാമത്തെ PCRDB കുന്നംകുളത്തുമാണ് ആരംഭിച്ചത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രൂപീകരിച്ചത് 76ാമത് പയ്യന്നൂരും 77ാമത് കുന്നംകുളം PCRDB ആണ് ഏറ്റവും റീസെന്റ് ആയിട്ട് രൂപീകരിച്ചത്. നിലവിൽ KCRDBയിലെ 77 PCRDBs അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ എത്ര ഉണ്ടായിരുന്നുള്ളൂ? 4 ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ഥാനത്ത് ഇപ്പോൾ എത്രയുണ്ട്? 77 PCRDB ഉണ്ട്. ഏറ്റവും റീസെന്റ് ആയിട്ട് രൂപീകരിച്ച PCRDB ഏതാണ്? ഒന്ന് പയ്യന്നൂർ, 76ാമത് പയ്യന്നൂരും 77ാമത് കുന്നംകുളത്തുമാണ്. ഓക്കെ, KCRDB ബാങ്കിന് പ്രധാനമായിട്ടും ഓരോ ജില്ലയിലും 14 റീജിയണൽ ഓഫീസ് ഉണ്ട്. KCRDBക്ക് 14 റീജിയണൽ ഓഫീസ് ഉണ്ട്. 14 ജില്ലകളിലായിട്ട് 14 റീജിയണൽ ഓഫീസ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ 2 സോണൽ ഓഫീസ് ഉണ്ട് ഫോർ ഇൻസ്പെക്ഷൻ. 2 ഇൻസ്പെക്ഷൻ ഓഫീസ് ഉണ്ട്. അതിൽ ഒന്ന് നോർത്ത് സോണും 2 സൗത്ത് സോണും. അങ്ങനെ 2 സോണൽ ഓഫീസ് ഉണ്ട്. നോർത്ത് സോണിന്റെ ഹെഡ്ക്വാർട്ടർ കണ്ണൂരാണ്. നോർത്ത് സോണിന്റെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? കണ്ണൂരാണ്. അതേപോലെ തന്നെ സൗത്ത് സോണിന്റെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? ട്രിവാൻഡ്രം ആണ്. അപ്പം 14 ജില്ലകളിലും 14 റീജിയണൽ ഓഫീസ് ഉണ്ട്. ഇത് കൂടാതെ 2 സോണൽ ഓഫീസ് ഉണ്ട് ഫോർ ഇൻസ്പെക്ഷൻ. അതിലൊന്ന് നോർത്ത് സോൺ ആണ്, അത് കണ്ണൂരാണ് ഹെഡ്ക്വാർട്ടർ. 2 സൗത്ത് സോൺ ആണ്, അതെവിടെയാണ് ഹെഡ്ക്വാർട്ടർ? തിരുവനന്തപുരത്താണ്. ദെൻ ഇത് കൂടാതെ KCRDBക്ക് ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതെവിടെയാണ്? അതിന്റെ ഹെഡ്ക്വാർട്ടർ എറണാകുളത്താണ്. ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ദ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് KCRDB ലൊക്കേറ്റഡ് എവിടെയാണ്? എറണാകുളത്താണ്. ദ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് KCRDB ലൊക്കേറ്റഡ് അറ്റ് എറണാകുളം. ഓക്കെ, ദെൻ 2014 ഈ സ്റ്റാഫ് ട്രെയിനിങ് സെന്റർ എന്നായിരുന്നു ഇതിന്റെ ആദ്യത്തെ പേര്. ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരെന്തായിരുന്നു അറിയോ? സ്റ്റാഫ് ട്രെയിനിങ് സെന്റർ, STC, സ്റ്റാഫ് ട്രെയിനിങ് സെന്റർ എന്നായിരുന്നു ഇതിന്റെ പേര്. പിന്നീട് 2014 ഈ പേര് റീനെയിം ചെയ്ത് ഇപ്പോൾ എന്തായിട്ട് മാറി? KCRDB ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രെയിനിങ് ആൻഡ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ KCRDB ITM. ഇപ്പോൾ എന്താ അതിന്റെ പേര്? ITM എന്നായിട്ട് മാറി. മുമ്പ് വെറും സ്റ്റാഫ് ട്രെയിനിങ് സെന്റർ എന്ന് പറഞ്ഞ പേര് 2014 ആയപ്പോഴത്തേക്കും റീനെയിം ചെയ്തു. ഇപ്പോഴതിന്റെ പേരെന്താണ്? KCRDB ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രെയിനിങ് ആൻഡ് മാനേജ്മെന്റ്. ഷോർട്ട് ഫോം നമ്മൾ എപ്പോഴും അറിയപ്പെടുന്നത് ഇങ്ങനെ ITM എന്ന് പറയും. എങ്ങനെ അറിയപ്പെടുന്നത്? ITM. എവിടെയാണ് ആസ്ഥാനം? എറണാകുളത്താണ്. അപ്പം ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് KCRDB എവിടെയാണ്? എറണാകുളത്താണ്. അതിന്റെ പേരെന്താണ്? KCRDB ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിങ് ആൻഡ് മാനേജ്മെന്റ്, ദെൻ ITM എന്നറിയപ്പെടും. ITM. ഓക്കെ, ഈ ITM-ന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്നത് നബാർഡാണ്. ആരാണ്? ദ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ ദ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് KCRDB ഗിവൺ ബൈ ആരാണ്? നബാർഡ്. ആൻഡ് അക്രഡിറ്റഡ് വിത്ത് CPEC ബേർഡ്, അതായത് ബേർഡിന്റെ ഒരു അക്രഡിറ്റേഷൻ ആണ്. സെന്റർ ഫോർ പ്രൊഫഷണൽ എക്സലൻസ് ഇൻ കോപ്പറേറ്റീവ്സ്. അതാണ് എന്താണ്? CPEC, സെന്റർ ഫോർ പ്രൊഫഷണൽ എക്സലൻസ് ഇൻ കോപ്പറേറ്റീവ്, CPEC എന്ന് പറയും. അതിന്റെ അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് ആർക്ക്? ഈ ITM-ന്. ഓക്കെ, ബേർഡ് നൽകുന്ന ഒരു അക്രഡിറ്റേഷൻ ആണ്. അതായത് ബേർഡ് നമുക്കറിയാമല്ലോ, എന്താണ് ബേർഡ് എന്ന് പറയുന്നത്? ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. നബാർഡിന്റെ സ്ഥാപനമാണ് ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, ബേർഡ്. ആ ബേർഡിന്റെ അക്രഡിറ്റേഷൻ ഉണ്ട് ആർക്ക്? ITM-ന്. CPEC. എന്താ CPEC എന്ന് പറയുന്നത്? സെന്റർ ഫോർ പ്രൊഫഷണൽ എക്സലൻസ് കിട്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇത് ITM എന്ന് പറയുന്നത്. ഓക്കെ,
ദെൻ നമ്മുടെ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് എവിടെയാ? KCRB ഹെഡ് ഓഫീസ് എവിടെയാ? ദ ഹെഡ് ഓഫീസ് ഓഫ് ദ ബാങ്ക് സിറ്റുവേറ്റഡ് അറ്റ് എവിടെയാണ്? തിരുവനന്തപുരം. KCRB ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ് KCRB ഹെഡ്ക്വാർട്ടർ. അപ്പം ഓൾ ടുഗദർ ഒന്നുകൂടെ പറയാം. KCRB രൂപീകരിച്ചത് എന്നാണ്? ഒക്ടോബർ 4, 1956 രൂപീകരിച്ചത്. 25 ഒക്ടോബർ 1956 പ്രവർത്തനം ആരംഭിച്ചു. ഓക്കെ, ഇതിന്റെ പേര് കേരള സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് ആയത് ആ ബാങ്ക് ആക്ട്, അതായത് കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് ആക്ട് വന്നത് 1960. നമ്മൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, 1960 വന്നത് കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക്. 61 ആ നിയമം പ്രാബല്യത്തിൽ വന്നു. അതുവരെ ഈ ബാങ്കിന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് എന്നായിരുന്നു. പിന്നീട് 1984 KCRDB ആക്ട് വന്നു. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്, അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ബാങ്ക് ആക്ട് 1984. ആ ആക്ട് വന്നതോടുകൂടിയാണ് ഇതിന്റെ പേര് എങ്ങനെ മാറിയത്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആയിട്ട് മാറി. 1984 1990 എന്തായിട്ട് മാറി? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആയിട്ട് മാറി. ഓക്കെ, ദെൻ ഈ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഈ ബാങ്കിന് 14 റീജിയണൽ ഓഫീസ് ഉണ്ട്, 2 ഇൻസ്പെക്ഷൻ സോണൽ ഓഫീസ് ഉണ്ട്. അതിലൊന്ന് നോർത്തേൺ ഏരിയ കണ്ണൂറും 2 സതേൺ ഏരിയ തിരുവനന്തപുരത്താണ്. ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് KCRDB ITM എന്നാണ്. ITM എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിങ് ആൻഡ് മാനേജ്മെന്റ് എന്നാണ്. ഓക്കെ, ദെൻ അടുത്തത് KCRDB ബാങ്കിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് KCRDB എന്ന് പറയുന്നത് KR ഇളങ്കത്താണ്. KR ഇളങ്കത്ത് നമ്മളറിയാം. KR ഇളങ്കത്ത്, സഹകരണ പര്യാടനങ്ങൾ ഈസ് ദ നെയിം ഓഫ് ദ ബുക്ക് റിട്ടൺ ബൈ KR ഇളങ്കത്ത്. ആ ഇളങ്കത്താണ് ഈ KCRDBയുടെ ആദ്യത്തെ പ്രസിഡന്റ്. KR ഇളങ്കത്ത്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? പ്രസിഡന്റ് അതായത് 2024. ഞാനിപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പ്രസിഡന്റാ പറയുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ഈ പ്രസിഡന്റുമാരുടെയൊക്കെ പേര്, ചെയർമാന്റെയൊക്കെ പേര് പറയുമ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്തോണം പഠിക്കാൻ. ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് ഇയർ റിട്ടയർ 2024 ആരാണ്? അഡ്വക്കേറ്റ് CK ഷാജിമോഹൻ ആണ്. അഡ്വക്കേറ്റ് CK ഷാജിമോഹൻ ആണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ഷാജിമോഹൻ. പ്രസന്റ് MD എന്നറിയപ്പെടുന്നത്, പ്രസന്റ് MD അപ്പോയിന്റ് ചെയ്ത ഗവൺമെന്റാ. പ്രസന്റ് ഇപ്പോഴത്തെ MD, അതായത് ഈ സ്ഥാനത്ത് ഈ സമയത്തുള്ള MD എന്ന് പറയുന്നത് ഷാജി വി നായർ IAS ആണ്. ഷാജി വി നായർ IAS ആണ് ഇപ്പോഴത്തെ ഇതിന്റെ MD. അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? MD is appointed by ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. നിലവിലത്തെ മാനേജിംഗ് കമ്മിറ്റിയിൽ 21 അംഗങ്ങളുണ്ട്. 21 മെമ്പേഴ്സ് ഉണ്ട്. 21 അംഗങ്ങളുള്ള ഒരു മാനേജിംഗ് കമ്മിറ്റിയാണ് നിലവിൽ KCRDB അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത്. ഓക്കെ, ദെൻ 21 അംഗങ്ങൾ അതിനകത്തുള്ളത്. KCRDBയുടെ മോട്ടോ എന്നറിയപ്പെടുന്നത് ഡെവലപ്മെന്റ് ത്രൂ ക്രെഡിറ്റ് എന്നാണ്. ഡെവലപ്മെന്റ് ത്രൂ ക്രെഡിറ്റ് ആണ്. KCRDB മോട്ടോ എന്താണ്? മോട്ടോ KCRDB എന്താ? ഡെവലപ്മെന്റ് ത്രൂ ക്രെഡിറ്റ്, വായ്പയുടെ പുരോഗതി. അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട മോട്ടോ. ഇവരുടെ പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഫണ്ട്, ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് നൽകി വരുന്നത് ആരാണ്? റീഫിനാൻസ് ഫ്രം നബാർഡ് ആണ്. നബാർഡ് നൽകുന്ന റീഫിനാൻസ് ഫെസിലിറ്റി ആണ് ഇവരുടെ പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഫണ്ട്. നബാർഡ് നൽകുന്ന റീഫിനാൻസ് ഫെസിലിറ്റി ആണ് ഇവരുടെ പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഫണ്ട്. ആരുടെ? KCRDBയുടെ പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം ദ റീഫിനാൻസ് ഫെസിലിറ്റി ഗിവൺ ബൈ നബാർഡ് ആണ്. 2012 വരെ KCRDBയുടെ മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? ത്രൂ ഡിബഞ്ചർ ഫ്ലോട്ടേഷൻ ആണ്. നമുക്കറിയാം കോപ്പറേറ്റീവ് മേഖലയിൽ ഡിബഞ്ചർ ഫ്ലോട്ട് ചെയ്യുന്ന സ്ഥാപനമാണ് ഏത്? SCRDB, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്, SCRDB എന്ന് പറയും. അപ്പം ശ്രദ്ധിക്കണം, 2012 വരെ ഡിബഞ്ചറിലൂടെയാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഫണ്ട് ഇവർ കണ്ടെത്തിയിരുന്നത്. 2012 വരെ. 2012 ശേഷം 90% ഓഫ് ഫണ്ട്സ് ഫ്രം നബാർഡ് ആൻഡ് ബാലൻസ് ഫ്രം സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. 2012 ശേഷം എങ്ങനെയാ? 90% നൽകുന്ന ആര് തന്നെയാണ്? നബാർഡ് തന്നെയാണ്. ബാക്കി വരുന്നത് നൽകുന്ന ആരാണ്? സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്.
ഓക്കെ, അപ്പം KCRDB എന്ന് പറയുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഫണ്ട് 2012 വരെ ഏതായിരുന്നു? ഡിബഞ്ചർ ഫ്ലോട്ടേഷൻ ആണ്. കടപ്പത്രങ്ങളിലൂടെയാണ് ഇവർക്ക് വേണ്ട ഫണ്ട് ഇവർ സമാഹരിച്ചിരുന്നത്. 2012 ശേഷം ഡിബഞ്ചർ ഫ്ലോട്ട് ചെയ്യുന്നില്ല. ഇവർക്ക് ആവശ്യമുള്ള ഫണ്ട് പ്രധാനമായിട്ടും നൽകി വരുന്ന ആരാണ്? നബാർഡാണ്. എങ്ങനെ? റീഫിനാൻസ് ഫെസിലിറ്റിയിലൂടെ. എന്തിലൂടെയാണ്? റീഫിനാൻസ് ഫെസിലിറ്റിയിലൂടെ. ദെൻ KCRDB നിലവില് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നുണ്ട്. FD നേരിട്ട് സ്വീകരിക്കുമല്ല, ത്രൂ പ്രൈമറി ബാങ്ക്, അതായത് PCRDB വഴി ഇവര് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നുണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നുണ്ട്. അതൊരിക്കലും PCRDBയുടെ പേരിലല്ല. അതായത് PCRDB വഴിയാണ് ഇവർ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതെങ്കിലും PCRDB സ്വന്തം നിലക്കല്ല ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത്. ഇൻ ദ നെയിം ഓഫ് KCRDB. KCRDBയുടെ പേരിലാണ് അവർ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത്. അപ്പൊ അവർ സ്വീകരിക്കുന്ന ഡെപ്പോസിറ്റ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം? KCRDBയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അപ്പൊ അങ്ങനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് KCRDB സ്വീകരിക്കാൻ വേണ്ടി തുടങ്ങിയത് എന്ന് മുതലാണ്? 2012 മുതലാണ്. 2012 മുതൽ ഇവർ FD സ്വീകരിക്കുന്നുണ്ട്. ആര് വഴി? പ്രൈമറി ബാങ്ക് വഴി FD സ്വീകരിക്കുന്നുണ്ട്. പ്രൈമറി ബാങ്കിന്റെ പേരിലല്ല FD സ്വീകരിക്കുന്നത്, KCRDBയുടെ പേരിലാണ് 2012 മുതൽ. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ്, FDയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ആരാ ഫിക്സ് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ആരാണ്? രജിസ്ട്രാർ ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് ആരാ ഫിക്സ് ചെയ്യുന്നത്? രജിസ്ട്രാർ ആണ്. നമ്മുടെ PSCSലെ പോലെ തന്നെ PCRDBയുടെ FDയുടെ നിരക്ക്, PSCSന്റെ FDയുടെ നിരക്ക് നിശ്ചയിക്കുന്ന ആരാണ്? RCS ആണ്. അപ്പൊ അതേപോലെ ഇവിടെയും ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പലിശ നിരക്ക് നിശ്ചയിക്കുന്ന എത്രയാണ്? പലിശ നിരക്ക് നിശ്ചയിക്കുന്ന ആരാണ്? RCS ആണ്. നിലവിൽ എത്ര നമുക്കറിയാലോ? നോർമൽ ആയിട്ടുള്ള ഡെപ്പോസിറ്റ് 8.25, ദെൻ അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 8.25 8.75. നിലവിലെന്ന് വെച്ചാൽ ഇപ്പോൾ കേട്ടോ, ഇപ്പോൾ നിലവിലുള്ളതാണ് ഞാൻ പറഞ്ഞത്. 2024 ഇപ്പോൾ ഉള്ള നിരക്കാണ് ഞാൻ പറഞ്ഞത്. 2024 ഏപ്രിൽ നിരക്കാ പറഞ്ഞത്. ഓക്കെ, നോർമൽ ഡെപ്പോസിറ്റ് ആണെങ്കിൽ 8.25, ദെൻ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 0.5% കൂടുതൽ 8.25 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 2022 ഗവൺമെന്റ് അപ്രൂവ്ഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ ബൈ PCRDB. അപ്പോൾ 2022 PCRDB നമ്മൾ പറഞ്ഞില്ല 77 PCRDBക്കും ഈ PCRDBയുടെ പേരിൽ എന്ത് സ്വീകരിക്കാം? ഇനി മുതൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്വീകരിക്കാം. നിലവിലായിട്ടില്ല, അത് നിലവിൽ വന്നിട്ടില്ല. എന്നിരുന്നാലും അതിനുള്ള സാങ്ഷൻ ഗവൺമെന്റ് കൊടുത്തത് 2022 മുതലാണ്. അപ്പൊ ഇതുവരെ PCRDB ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത് ഇൻ ദ നെയിം ഓഫ് ആരുടെയാണ്? KCRDB ആണ്. 2022 മുതൽ PCRDBക്ക് അവരുടെ പേരിൽ എന്ത് സ്വീകരിക്കാം? ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്വീകരിക്കാം. അതുമാത്രമല്ല, മന്ത്ലി സേവിംഗ് സ്കീം ആരംഭിക്കാം. ദെൻ റെക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീം ആരംഭിക്കാം. ഇതിനുള്ള അനുമതി ആര് കൊടുത്തിട്ടുണ്ട്? ഗവൺമെന്റ് നൽകിയിട്ടുണ്ട് 2022 മുതൽ. ഓർത്തു വെക്കേണ്ട പോയിന്റ്, FD KCRDB 2012 മുതൽ PCRDB വഴി സ്വീകരിക്കുന്നുണ്ട് എങ്കിലും PCRDBയുടെ പേരിലല്ല സ്വീകരിച്ചത്, KCRDBയുടെ പേരിലാണ്. 2022 മുതൽ ഗവൺമെന്റ് അനുമതി കൊടുത്തിട്ടുണ്ട് PCRDBക്ക് അവരുടെ തന്നെ പേരിൽ എന്ത് സ്വീകരിക്കാം? ഇനി മുതൽ FD സ്വീകരിക്കാം. FD മാത്രമല്ല, മന്ത്ലി സേവിംഗ് സ്കീം ആരംഭിക്കാം, റെക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീം ആരംഭിക്കാം. 2022 മുതൽ അനുമതി കൊടുത്തിട്ടുണ്ട്, പക്ഷെ നിലവില് അത് ആരംഭിച്ചിട്ടില്ല. ഓക്കെ, ദെൻ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് സ്വീകരിക്കാം. എന്താണ്? ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ FD ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സിന് സ്വീകരിക്കാം എന്നുള്ള ഒരു പ്രപ്പോസലിന് RBI അനുമതി കൊടുത്തു. എന്ന് മുതൽ? 1971 മുതൽ. ഏത് വർഷം മുതലാണ്? 1971 മുതൽ. എന്താണ് പറഞ്ഞത്? RBI approved a proposal for collection of FD by ആരാണ്? ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ്. ഏത് വർഷം മുതൽ? 1971 അപ്രൂവൽ കൊടുത്തതാ. പക്ഷേ നമ്മൾ KCRDB നടത്തിയത് മുതലാ? 2012 മുതലാണ് കേട്ടോ. 1971 മുതൽ ഇതിനുള്ള ഒരു പ്രപ്പോസൽ ആര് അപ്രൂവൽ കൊടുത്തു? RBI 1971 മുതൽ കേട്ടോ. SCRDB എന്ത് സ്വീകരിക്കാം? FD സ്വീകരിക്കാം. ഓക്കെ, മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ആർക്കാണ്? ഈ KCRDB മെമ്പർഷിപ്പ് ആർക്കൊക്കെയാണ്? ശ്രദ്ധിക്കണം. ആരാണ്? ഓൾ PCRDBs ഇൻ ദ സ്റ്റേറ്റ്. 77 ഉണ്ടല്ലോ, 77. ദെൻ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇനി ശ്രദ്ധിക്കണം, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് KSEB കേട്ടോ. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡും
വയനാട് ഗിരിജൻ ജോയിന്റ് ഫാമിംഗ് സൊസൈറ്റിയും വയനാട് ഗിരിജൻ ജോയിന്റ് ഫാമിംഗ് സൊസൈറ്റിയും ദെൻ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡീസും എവിടെ മെമ്പറാണ്? KCRDBയിൽ. അപ്പൊ KCRDBയിലെ മെമ്പേഴ്സ് ആരൊക്കെയെന്ന് ചോദിച്ചാൽ ആര് പറയും? ഒന്ന് PCRDBs ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, അതുകൂടാതെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡും വയനാട് ഗിരിജൻ ജോയിന്റ് ഫാമിംഗ് സൊസൈറ്റിയും ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും എവിടെ മെമ്പറാണ്? KCRDBസിലെ മെമ്പറാണ്, KCRDBയിലെ അംഗമാണ്. അപ്പൊ അവിടെ ഓർത്തു വെക്കേണ്ട 2 പോയിന്റ്. ഒന്ന്, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എവിടെയാണ്? KCRDBയിൽ അംഗമാണ്. അതുകൂടാതെ സൗത്ത് വയനാട് ഗിരിജൻ ജോയിന്റ് ഫാമിംഗ് സൊസൈറ്റി എവിടെ മെമ്പറാണ്? KCRDBയിലെ മെമ്പറാണ്. ഓർത്തു വെച്ചേക്കണം. ഓക്കെ, ഇവരുടെ ലോൺ സ്കീം, ഇവര് ലോൺ ആണ് പ്രധാനമായിട്ടും കൊടുക്കുന്നത്. ലോൺ അറിയാലോ. ഇവരുടെ ലോൺ സ്കീം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇവര് ഷോർട്ട് ടൈം ലോൺ കൊടുക്കുന്നുണ്ട്, ഫാം ലോൺസ് അതായത് അഗ്രികൾച്ചർ ലോൺസ് കൊടുക്കുന്നുണ്ട്, നോൺ ഫാം അതായത് നോൺ അഗ്രികൾച്ചർ ലോൺസ് കൊടുക്കുന്നുണ്ട്, അതുകൂടാതെ ഹൗസിംഗ് സെക്ടേഴ്സിൽ ലോൺ കൊടുക്കുന്നുണ്ട്. ഹൗസിംഗ് സെക്ടേഴ്സിന് വേണ്ടിയിട്ട് ലോൺ കൊടുക്കുന്നത് ഏതൊക്കെയാണ്? ഫാം അതായത് അഗ്രികൾച്ചർ ലോൺ കൊടുക്കുന്നുണ്ട്, നോൺ ഫാം നോൺ അഗ്രികൾച്ചർ ലോൺ. ഫോർ എക്സാമ്പിൾ ELS എന്ന് പറയും. ELS എന്താ? എന്റർപ്രൈസ് ലോൺ സ്കീം, അതായത് സംരംഭകർക്ക് കൊടുക്കുന്ന ലോൺ ELS എന്ന് പറയും. അങ്ങനെയുള്ള നോൺ ഫാം സെക്ടർ ലോൺസ് കൊടുക്കുന്നുണ്ട്. ദെൻ ഹൗസിംഗ് ലോൺ കൊടുക്കുന്നുണ്ട്, റൂറൽ RHL എന്ന് പറയും. RHL നബാർഡ് എന്ന് പറയും. RHL റൂറൽ ഹൗസിംഗ് ലോൺ കൊടുക്കുന്നുണ്ട്. RHL നബാർഡ് എന്ന് പറയും. നബാർഡ് വഴിയാണ് ഇത് കൊടുക്കുന്നത്. RHL നബാർഡ് റൂറൽ ഹൗസിംഗ് ലോൺ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഏതൊക്കെ ലോൺ കൊടുക്കുന്നുണ്ട്? ഷോർട്ട് ടൈം ലോൺ കൊടുക്കുന്നുണ്ട്, ദെൻ കാർഷിക വായ്പ, കാർഷിക ഇതര വായ്പ. ഷോർട്ട് ടൈം ലോൺ എന്ന് പറയും ക്യാഷ് ക്രെഡിറ്റ് ലോൺ, ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. ക്യാഷ് ക്രെഡിറ്റ് അക്കോമഡേഷൻ എന്ന് പറയും, ഷോർട്ട് ടൈം ലോൺ ആണ്. ഗോൾഡ് ലോൺ കൊടുക്കുന്നുണ്ട് ഇവര്. ഗോൾഡ് ലോൺ 10 ലക്ഷം രൂപ വരെ ഗോൾഡ് ലോൺ കൊടുക്കുന്നുണ്ട്. ഹൗസിംഗ് ലോൺസ് കൊടുക്കുന്നുണ്ട്. ദെൻ കാർഷിക ഇതര വായ്പ കൊടുക്കുന്നുണ്ട്. KCRDBയിൽ നിന്ന് കൊടുക്കുന്ന പരമാവധി, ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന പരമാവധി വായ്പാ തുക എന്ന് പറയുന്നത് 100 ലക്ഷമാണ്. അതായത് 1 crore, 1 കോടി രൂപയാണ് കേട്ടോ. 1 കോടി രൂപയാണ് പരമാവധി എന്തായിട്ട് കൊടുക്കുന്നത്? IMBP, ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് എത്രയാണ്? 1 crore. ഇവര് കൊടുക്കുന്ന പ്രധാനപ്പെട്ട വായ്പയുടെ കാലാവധി എന്ന് പറയുന്നത് 15 വർഷ കാലാവധിയാണ്. ഇതില് ഹൗസിംഗ് ലോണിന് ഒരു 18 മാസം ഗ്രേസ് പീരീഡ് അനുവദിക്കുന്നുണ്ട്. ഹൗസിംഗ് ലോണിന് ഒരു 18 മാസം ഗ്രേസ് പീരീഡ് അനുവദിക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ ലോണിനും ഈ 15 വർഷം കൂടാതെ ഒരു 18 മാസം ഗ്രേസ് പീരീഡ് അനുവദിക്കുന്നുണ്ട്. അല്ലാതെയുള്ള എല്ലാ വായ്പയുടെയും കാലാവധി പരമാവധി എത്രയാണ്? 15 വർഷമാണ്. 15 years ആണ് ഒരു വായ്പയുടെ പരമാവധി കാലാവധി എന്ന് പറയുന്നത്. അപ്പൊ IMBP ഒന്ന് ഓർത്തു വെച്ചേക്കണം. IMBP എത്രയാണ്? 1 കോടി രൂപ വരെ പല വായ്പകൾക്കും, പല ലോണുകൾക്കും, പല ലോൺ സ്കീമിലും പരമാവധി 1 കോടി വരെ ഇൻഡിവിജ്വലിന് എന്ത് കൊടുക്കാറുണ്ട്? വായ്പ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. KCRDB ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ മെമ്പർഷിപ്പ്. ഇപ്പൊ പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഫണ്ട് അറിയാലോ. ഇവരുടെ സോഴ്സ് ഓഫ് ഫണ്ട് വരുന്നത് എവിടെ നിന്നൊക്കെയാണ്? ഇപ്പൊ 1 ഡെപ്പോസിറ്റ് ഉണ്ട്, 2 നവാർഡ് കൊടുക്കുന്ന റീഫിനാൻസ് ഫെസിലിറ്റി ഉണ്ട്, 3 ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ കൊടുക്കുന്ന സഹായങ്ങളുണ്ട്. അതുകൂടാതെ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന സഹായവും ആർക്കുണ്ട്? ഈ KCRDBക്കുണ്ട്. അതൊന്ന് അറിഞ്ഞു വെച്ചേക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു കോപ്പറേറ്റീവ് മേഖലയിൽ ഡിബഞ്ചർ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനം ഏതാണ്? KCRDB ആണ്. കോപ്പറേറ്റീവ് മേഖലയിൽ ഡിബഞ്ചർ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനം ഏതാണ്? KCRDB ആണ്. ഏതുവരെ? 2012 വരെ ഡിബഞ്ചർ ഫ്ലോട്ട് ചെയ്തിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ എടുക്കുന്നത്. ഡിബഞ്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പോയിന്റ് ആണ് എടുക്കുന്നത്. ഒന്ന് അറിഞ്ഞു വെച്ചേക്ക. ഈ വേർഡ് ഡിബഞ്ചർ, ദ വേർഡ് ഡിബഞ്ചർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ഏത് വേർഡാണ്? ലാറ്റിൻ വേർഡ്. ഏതാണ്? ഡിബയർ. ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് ദ വേർഡ് ഡിബഞ്ചർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ഏത് വേർഡാണ്? ലാറ്റിൻ വേർഡ് ആണ്. ഏതാണ് ലാറ്റിൻ വേർഡ്? ഡിബയർ എന്നാണ് ലാറ്റിൻ വേർഡിന്റെ മീനിങ്. അതിന്റെ മീനിങ് എന്താ? ടു ഓ അല്ലെങ്കിൽ IO
എ ഡെപ്റ്റ്, ഞാൻ കടപ്പെട്ടിട്ടുണ്ട്. OW എന്നതിന് ഓ കടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കടം വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഈ ഒരു വാക്കിന്റെ അർത്ഥം, ഡിബയർ. അപ്പൊ ആ വാക്ക് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദ വേർഡ് ഡിബഞ്ചർ ഈസ് ഡിറൈവ്ഡ് ഫ്രം, ഏത് വേർഡാണ്? ലാറ്റിൻ വേർഡ് ആണ്. ഏതാണ് ലാറ്റിൻ വേർഡ്? ഡിബയർ എന്നാണ്. അതിന്റെ മീനിങ് എന്താണ്? വിച്ച് മീൻസ് ടു ഓ എ ഡെപ്റ്റ് എന്നാണ്, ഞാൻ ഒരു കടം വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് പറയുന്നുണ്ട് ഡിബഞ്ചർ ഈസ് ദ റിട്ടൺ അക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റ്. ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? എന്തിനെയാണ്? ഡാഷ് ഈസ് ദ റിട്ടൺ അക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റ്, കടം വാങ്ങിയിട്ടുണ്ട് എന്നതിന്റെ രേഖാമൂലമുള്ള തെളിവാണ് ഇത് ഡിബഞ്ചർ. ഡിബഞ്ചർ റിട്ടൺ അക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റ് ആണ് ഇത് ഡിബഞ്ചർ. അപ്പൊ എന്താ പറഞ്ഞത്? ദ വേർഡ് ഡിബഞ്ചർ ഈസ് ഡിറൈവ്ഡ് ഫ്രം, ഏത് വേർഡാണ്? ലാറ്റിൻ വേർഡ്. എന്താണ് ആ ലാറ്റിൻ വേർഡ്? ഡിബയർ എന്നാണ് അതിന്റെ മീനിങ്. ഡിബയർ എന്ന് പറയുന്ന വേർഡാണ്. എന്താണ് അതിന്റെ മീനിങ്? ടു ഓ എന്നാണ്. OWE, ഓ, ഞാൻ കടപ്പെട്ടിട്ടുണ്ട്, കടം വാങ്ങിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു റിട്ടൺ ഡോക്യുമെന്റ് ആണ് ഇത്. അക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിബഞ്ചർ. അപ്പൊ എന്താണ്? ഡാഷ് ഈസ് ദ അക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഡിബഞ്ചർ ഈസ് ദ അക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റ്. ഓക്കെ, ഡിബഞ്ചറിന്റെ ട്രസ്റ്റി ആരാണ്? ഡിബഞ്ചറിന്റെ ട്രസ്റ്റി. നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. KCRDB ആക്ടിന്റെ സെക്ഷൻ 5 ട്രസ്റ്റിയെ കുറിച്ച് പറയുന്നത്. KCRDB ആക്ടിന്റെ സെക്ഷൻ 5 ആരെ കുറിച്ച് പറയുന്നത്? ട്രസ്റ്റിയെ കുറിച്ച് പറയുന്നത്. അവിടെ പറയുന്നുണ്ട് ട്രസ്റ്റി അല്ലെങ്കിൽ കസ്റ്റോഡിയൻ ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്ന ആരാണ്? രജിസ്ട്രാർ ആണ്. ആരാണ്? രജിസ്ട്രാർ. ഓർ എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദ ഗവൺമെന്റ്. അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ആരാണ് ഡിബഞ്ചർ ട്രസ്റ്റി? ഡിബഞ്ചർ ട്രസ്റ്റി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ രജിസ്ട്രാറോ ഓർ എനി പേഴ്സൺ ഓതറൈസ്ഡ് ഇൻ ദിസ് ബിഹാഫ് ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരെയാണോ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അവരെയാണ് ഡിബഞ്ചറിന്റെ ആരായിട്ട് വിളിക്കുന്നത്? ട്രസ്റ്റി എന്ന്. നിലവിൽ ആരാണ്? രജിസ്ട്രാർ ആണ് ഡിബഞ്ചറിന്റെ ട്രസ്റ്റി എന്നറിയപ്പെടുന്നത്. സെക്ഷൻ 5 ട്രസ്റ്റിയെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ എവിടെയാണ്? സെക്ഷൻ 5 ട്രസ്റ്റിയെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഈ ഡിബഞ്ചറിന് ഗ്യാരണ്ടി കൊടുക്കുന്ന ആരാ? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഗ്യാരണ്ടി കൊടുക്കുന്നത്. ഡിബഞ്ചറിന്റെ ഗ്യാരണ്ടർ ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഡിബഞ്ചറിന്റെ ഗ്യാരണ്ടി. പറയുന്നുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഗീവ്സ് ഗ്യാരണ്ടി ഓഫ് ഡിബഞ്ചർ ഫ്ലോട്ടഡ് ബൈ ദ KCRDB. സ്റ്റേറ്റ് ഗവൺമെന്റ് ഗീവ്സ് ഗ്യാരണ്ടി ഓഫ് ഡിബഞ്ചർ ഫ്ലോട്ടഡ് ബൈ KCRDB. വെറുതെ അല്ല, അതിന് എന്ത് ചെയ്യുന്നുണ്ട്? സംസ്ഥാന ഗവൺമെന്റ് ഗ്യാരണ്ടി കമ്മീഷൻ മേടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഗ്യാരണ്ടി കമ്മീഷൻ മേടിക്കുന്നുണ്ട്. എത്രയാണ് ഗ്യാരണ്ടി കമ്മീഷൻ? അറ്റ് ദ റേറ്റ് ഓഫ് 0.75% ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഗ്യാരണ്ടി പ്ലസ് ഇൻട്രസ്റ്റ് ആസ് ഓൺ 31st March. ഔട്ട്സ്റ്റാൻഡിംഗ് ഗ്യാരണ്ടിയും പ്ലസ് അതിന്റെ ഇൻട്രസ്റ്റും 31st March വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ 0.75% ഗ്യാരണ്ടി കമ്മീഷനായിട്ട് ആര് മേടിക്കുന്നുണ്ട്? ഗവൺമെന്റ് മേടിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓർത്തു വെക്കേണ്ട പോയിന്റ് എന്താ? ഡിബഞ്ചർ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതിന്റെ ഗ്യാരണ്ടർ ആരായിരുന്നു? ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് വെറുതെ അല്ല ഗ്യാരണ്ടി കൊടുത്തത്. 0.75% എന്തായിട്ട് ഈടാക്കി? ഗ്യാരണ്ടി കമ്മീഷനായിട്ട് KCRDBയുടെ കയ്യിൽ നിന്നും ഈടാക്കിയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് ബിഫോർ ഡിബഞ്ചർ ഇഷ്യൂ ഗെറ്റ് ക്ലിയറൻസ് ഫ്രം ആരുടെയാണ്? നബാർഡ്. ഇതൊക്കെ ഓർത്തു വെച്ചേക്കണം. നബാർഡിന്റെ ക്ലിയറൻസ് വാങ്ങിയിട്ട് വേണം ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാൻ. അതുകൂടാതെ ഡിബഞ്ചറിന്മേൽ കിട്ടുന്ന റിട്ടേൺ ഏതാ? ഇൻട്രസ്റ്റ് ആണ്, പലിശയാണ് കിട്ടുന്നത്. ഡിബഞ്ചറിന്മേൽ കിട്ടുന്ന ഏതാണ്? ഇൻട്രസ്റ്റ് ആണ്. ആ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. RBI ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആരുടെ ക്ലിയറൻസ് മേടിക്കണം? നബാർഡിന്റെ ക്ലിയറൻസ് മേടിക്കണം. ബിഫോർ ഡിബഞ്ചർ ഇഷ്യൂ ഗെറ്റ് ക്ലിയറൻസ് ഫ്രം നബാർഡ്. ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഡിബഞ്ചർ ഫിക്സഡ് ബൈ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ആ ഒരു പോയിന്റ് കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കണം. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ഡിബഞ്ചർ എന്ന് പറയുന്ന വാക്കിന്റെ ഒറിജിൻ എവിടെ നിന്നാണ്? ലാറ്റിൻ വേർഡ് ഡിബയർ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഓ എ ഡെപ്റ്റ് എന്നാണ് അതിന്റെ അർത്ഥം.
ഡിബഞ്ചർ എന്ന് പറയുന്നത് എന്താണ്? റിട്ടേൺ അക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റ് ആണ് ഡിബഞ്ചർ. ഡിബഞ്ചർ ട്രസ്റ്റി ആരാണ്? രജിസ്ട്രാർ ഓർ എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദ ഗവൺമെന്റ് ആണ്. ട്രസ്റ്റിയെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 5. ഏതിന്റെയാണ്? KCRDB ആക്ടിന്റെ സെക്ഷൻ 5 ആണ്. ദെൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഡിബഞ്ചറിന്റെ ഗ്യാരണ്ടി. അതിന് ഗ്യാരണ്ടി കമ്മീഷൻ മേടിക്കുന്നുണ്ട്. എത്രയാണ്? 0.75% ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഗ്യാരണ്ടി പ്ലസ് ഇൻട്രസ്റ്റ് ആസ് ഓൺ 31st March. ദെൻ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് ക്ലിയറൻസ് മേടിക്കുന്ന ആരുടെ? നബാർഡിന്റെ ക്ലിയറൻസ് മേടിക്കണം. ഡിബഞ്ചറിന്മേലുള്ള പലിശ നിരക്ക് നിശ്ചയിക്കുന്ന ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഏതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഡിബഞ്ചറുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതിനെ കുറിച്ചാണ്. ടൈപ്സ് ഓഫ് ഡിബഞ്ചർ ആണ്. ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബുക്സിലും അവിടെ കാണുന്നത് പ്രധാനമായിട്ടും 3 ടൈപ്പ് ഡിബഞ്ചേഴ്സ് ആണ് KCRDB ഫ്ലോട്ട് ചെയ്യുന്നത്. എത്ര ടൈപ്പാണ്? 3 ടൈപ്പ് ഡിബഞ്ചർ ആണ് ഫ്ലോട്ട് ചെയ്യുന്നത്. 3 ടൈപ്പ് ഡിബഞ്ചേഴ്സ് ആണ് KCRDB ഫ്ലോട്ട് ചെയ്യുന്നത്. ഒന്ന് ഓർഡിനറി ഡിബഞ്ചർ, 2 റൂറൽ ഡിബഞ്ചർ, 3 സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡിബഞ്ചർ. സ്പെഷ്യൽ ഡെവലപ്മെന്റ് അങ്ങനെ 3 ടൈപ്പ് ആണ്. പക്ഷെ നിലവില് KCRDB അതായത് 2012 അത് വെച്ച്, നിലവിൽ എന്ന് പറയുമ്പോൾ 2012 വരെ ഇഷ്യൂ ചെയ്തിരുന്നുള്ളൂ, അത് വെച്ച് ഞാൻ പറയുന്നത്. 2012 4 ടൈപ്സ് ഓഫ് ഡിബഞ്ചർ KCRDB ഫ്ലോട്ട് ചെയ്തിരുന്നു. 4 ടൈപ്സ് കേട്ടോ. എത്രയാണ്? 4 ടൈപ്സ് ഡിബഞ്ചർ. അതാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. 4 ടൈപ്സ് ഡിബഞ്ചർ KCRDB ഫ്ലോട്ട് ചെയ്തിരുന്നു. 2012 വരെ ഉണ്ടായിരുന്നു, നമ്മൾ പഠിച്ചല്ലോ. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ ടെക്സ്റ്റുകൾ നിങ്ങൾ റെഫർ ചെയ്താൽ കിട്ടുന്നത് 3 ടൈപ്പ് ഡിബഞ്ചേഴ്സ് ആയിരിക്കും. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. ഓർഡിനറി, റൂറൽ, സ്പെഷ്യൽ ഡെവലപ്മെന്റ്. അതല്ലാതെ വരുന്ന 4 ടൈപ്പ് ഡിബഞ്ചേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒന്ന് ഓർഡിനറി ഡിബഞ്ചർ. ഒന്നേതാണ്? ഓർഡിനറി ഡിബഞ്ചർ. ഒരു ഡിബഞ്ചർ അതാണ്. മുമ്പ് ഉണ്ടായിരുന്നു ഓർഡിനറി കേട്ടോ. പഴയതിനകത്ത് ഓർഡിനറി ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് പറഞ്ഞത്? ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് 15 വർഷത്തേക്കാണ്. ഇതിന്റെ കാലാവധി എത്രയാണ്? 15 വർഷമാണ് ഓർഡിനറി ഡിബഞ്ചറിന്റെ കാലാവധി. 15 വർഷമാണ്. ഇത് ആരാ വാങ്ങിയിരിക്കുന്നത്? ഇതിന്റെ മജോറിറ്റി പോർഷൻ വാങ്ങിയിരിക്കുന്നത് ജനറൽ പബ്ലിക്, പൊതുജനങ്ങള്, LIC, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് പബ്ലിക് സെക്ടർ ബാങ്ക്സ്, SBI ഉൾപ്പെടെയുള്ള പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ് മജോറിറ്റി ഓഫ് ഓർഡിനറി ഡിബഞ്ചർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഓർഡിനറി ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ഓർഡിനറി ഡിബഞ്ചർ ഫ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, എത്ര വർഷ കാലാവധി? 15 വർഷത്തേക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. പ്രധാനമായിട്ട് ഇതിന്റെ സബ്സ്ക്രൈബർ ആരൊക്കെയാണ്? 1 ജനറൽ പബ്ലിക്, 2 LIC, 3 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ദെൻ പബ്ലിക് സെക്ടർ ബാങ്ക്സ്, SBI ഉൾപ്പെടെയുള്ള പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ് ഓർഡിനറി ഡിബഞ്ചർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ഏതാണ്? സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡിബഞ്ചർ. സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡിബഞ്ചർ. സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡിബഞ്ചർ എന്തിനു വേണ്ടിയിട്ടാ? ദീസ് ആർ ഇഷ്യൂഡ് ഫോർ ഫിനാൻസിങ് സർട്ടേൺ സ്പെഷ്യൽ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്. എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഇഷ്യൂ ചെയ്തത്? സർട്ടേൺ സ്പെഷ്യൽ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്. ചില പ്രത്യേക കാർഷിക പുരോഗമന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് സമാഹരിക്കുവാൻ വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡിബഞ്ചർ ഫ്ലോട്ട് ചെയ്തിട്ടുള്ളത്. പ്രത്യേക എന്താണ്? അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്. ദെൻ 1982 നബാർഡ് രൂപീകരിച്ചതിന് ശേഷം, അതിനു മുമ്പ് ഈ ഡിബഞ്ചർ ഉണ്ട് കേട്ടോ, അതിനുശേഷം ഈ ഡിബഞ്ചറിന്റെ 90% ആരാ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? 90% ഓഫ് ഡിബഞ്ചേഴ്സ് ആർ സബ്സ്ക്രൈബ്ഡ് ബൈ ആരാണ്? നബാർഡ് ആണ്. ഏതിന്റെ? സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡിബഞ്ചറിന്റെ 90% സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആരാണ്? ഗവൺമെന്റ് ആണ്, സോറി നബാർഡ് ആണ്. അതായത് നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണ്? ഫുള്ളി സബ്സ്ക്രൈബ്ഡ് ബൈ ആരാണ്? നബാർഡ്. സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡിബഞ്ചർ ഫുള്ളി സബ്സ്ക്രൈബ്ഡ് ബൈ നബാർഡ്. ഫുള്ളി എന്നല്ല പറയുന്നത്, 90% ആര് തന്നെയാണ്? നബാർഡ് തന്നെയാണ്. ബാക്കി ആരാണ്? ആൻഡ് റിമൈനിങ് ബൈ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ഈക്വലി. ബാക്കി ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഈക്വൽ ആയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇതിൽ പറയുന്നുണ്ട്
top priority is given NABARD for such schematic lending. സ്കീം ലോണുകൾക്ക് വായ്പ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. സ്കീം അഗ്രികൾച്ചർ സ്കീം എന്ന് പറയും. അതായത് സ്കീം ലോണുകൾക്ക് വായ്പ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഡിബഞ്ചറിലൂടെ സമാഹരിച്ച എമൗണ്ട് ഉപയോഗിച്ചത്. സ്കീം ലോൺ KCRDBയും പല സ്കീമുകളിൽ ഉൾപ്പെടുത്തി ലോൺ കൊടുക്കുന്നുണ്ട്. സ്കീം എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ഫ്ലെക്സി ക്രെഡിറ്റ്, ദെൻ അതേപോലെ തന്നെ ലാൻഡ് ഡെവലപ്മെന്റ്, മൈനർ ഇറിഗേഷൻ, പ്ലാന്റേഷൻ ആൻഡ് ഹോർട്ടിക്കൾച്ചർ, ദെൻ ബീ കീപ്പിംഗ്, ഹോം സ്റ്റെഡ് ഫാമിംഗ്, അങ്ങനെയുള്ള പ്രത്യേക സ്കീമുകൾ ഉൾപ്പെടുത്തി വായ്പ കൊടുക്കുന്നുണ്ട് KCRDB. അപ്പൊ ആ സ്കീം ലോണുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് സമാഹരിച്ചത് ഏതിൽ നിന്നാണ്? സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡിബഞ്ചറിൽ നിന്നാണ്. സ്കീമാറ്റിക് ലെൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചത്. ദെൻ മൂന്നാമത്തെ ടൈപ്പ് ഏതാണ്? നോൺ ഫാം ഡിബഞ്ചർ, നോൺ ഫാം സെക്ടർ ഡിബഞ്ചർ. അതായത് കാർഷിക ഇതര മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് ലോൺ വരെ കൊടുക്കുന്നുണ്ട്. നോൺ ഫാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്റർപ്രൈസിന് വേണ്ടി ELS പോലുള്ള വായ്പ, ELS, NFS എന്ന് പറയും, നോൺ ഫാം സെക്ടർ ലോൺസ്, NFS ലോൺ എന്ന് പറയും. KCRDB വിളിക്കുന്നത് എങ്ങനെയാണ്? NFS, നോൺ ഫാം സെക്ടർ ലോൺസ്. ഓക്കെ, അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് സമാഹരിച്ച് ഏത് വഴിയാണ്? നോൺ ഫാം ഡിബഞ്ചേഴ്സ് വഴിയാണ്. അതിനകത്ത് പറയുന്നുണ്ട് എന്നതാണ്? ആർട്ടിസാൻസ്, ക്രാഫ്റ്റ്മാൻ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയലിസ്റ്റ്, വില്ലേജ് ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ് ആൻഡ് റൂറൽ പുവർ, ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് സമാഹരിക്കുന്നത്, ഇവരുടെ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏത്? നോൺ ഫാം സെക്ടർ ഡിബഞ്ചർ. ഇതാരാ ഫുള്ളി സബ്സ്ക്രൈബ് ചെയ്തത്? നബാർഡ്, IDBA ആൻഡ് സിഡ്ബി. നബാർഡും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതാണ് IDBA. സിഡ്ബി, അതാണ് സിഡ്ബി, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അവരാണ് ഈ ഡിബഞ്ചർ, ഏത് ഡിബഞ്ചർ? നോൺ ഫാം സെക്ടർ ഡിബഞ്ചർ എന്ത് ചെയ്തിരിക്കുന്നത്? സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കാലാവധി എത്ര നാളാ? ജനറൽ ഇഷ്യൂഡ് ഫോർ 10 ഇയർ, 10 വർഷ കാലയളവിലേക്കാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. നോൺ ഫാം സെക്ടർ ഡിബഞ്ചർ 10 വർഷ കാലയളവിലേക്കാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തത് റൂറൽ ഹൗസിംഗ് ഡിബഞ്ചർ. റൂറൽ ഹൗസിംഗ് ഡിബഞ്ചർ, റൂറൽ ഹൗസിംഗ് ഡിബഞ്ചർ ശ്രദ്ധിക്കണം. ഇതിനു മുമ്പ് ഒരു റൂറൽ ഡിബഞ്ചർ ഉണ്ടായിരുന്നു. ആദ്യം തുടക്കത്തില് ഒരു റൂറൽ ഡിബഞ്ചർ ഉണ്ടായിരുന്നു. ആ റൂറൽ ഡിബഞ്ചറിന്റെ പ്രത്യേകത, അതിന് ഹയസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഉയർന്ന പലിശ കൊടുത്തുകൊണ്ടാണ് ആ റൂറൽ ഡിബഞ്ചർ ഫ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് മുമ്പ് അഗ്രികൾച്ചർ റീഫിനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ARDC ഒക്കെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു റൂറൽ ഡിബഞ്ചർ. പിന്നീട് ആ ഡിബഞ്ചറും ഇല്ല, നിലവിൽ അതിന്റെ ആ ഒരു ഡിബഞ്ചർ നിലവിലില്ല. പകരം ഇപ്പോൾ ഏതാ ഉള്ളത്? റൂറൽ ഹൗസിംഗ് ഡിബഞ്ചർ ആണ് ഇപ്പോൾ നിലവിലുള്ളത്. 1990 മുതൽ റൂറൽ ഹൗസിംഗ് ലോൺ ആര് കൊടുക്കുന്നുണ്ട്? KCRDB. ഓക്കെ, അപ്പം ആ റൂറൽ ഹൗസിംഗ് ലോൺസ് നൽകിയിരുന്നത് ഈ ഡിബഞ്ചർ വഴിയാണ്. ഏതാണ്? റൂറൽ ഹൗസിംഗ് ഡിബഞ്ചറിലൂടെ ഫ്ലോട്ട് ചെയ്ത തുക കൊണ്ടാണ് ഏത് ഡിബഞ്ചർ, ഏത് വായ്പ കൊടുത്തിരുന്നത്? റൂറൽ ഹൗസിംഗ് ലോൺസ്. എന്തിനു വേണ്ടിയിട്ട്? പുതിയ വീട് നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടും പഴയ വീട് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഏത് വായ്പ കൊടുക്കുന്നുണ്ട്? റൂറൽ ഹൗസിംഗ് ലോൺസ് കൊടുക്കുന്നുണ്ട്. RHL, റൂറൽ ഹൗസിംഗ് ലോൺ, RHL. നബാർഡാണ് പ്രധാനമായിട്ടും വായ്പ കൊടുത്ത് സഹായിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതിനു മുമ്പ് ഇതിനാവശ്യമായ ഫണ്ട് എങ്ങനെ കണ്ടെത്തിയിരുന്നത്? ഈ റൂറൽ ഹൗസിംഗ് ഡിബഞ്ചർ ഫ്ലോട്ട് ചെയ്തിരുന്നാൽ 90 മുതൽ 2012 വരെയുള്ള കാലയളവിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതാരാ ഫുള്ളി വാങ്ങിയിരിക്കുന്നത്? NHB ആണ് സബ്സ്ക്രൈബ് ചെയ്തത്. നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആയിരുന്നു റൂറൽ ഹൗസിംഗ് ഡിബഞ്ചർ സബ്സ്ക്രൈബ് ചെയ്ത്. ആരാണ്? നാഷണൽ ഹൗസിംഗ് ബാങ്ക്. എത്ര കാലയളവിലേക്ക്? ദ പീരീഡ് ഓഫ് സച്ച് ഡിബഞ്ചർ എത്രയാണ്? 20 വർഷം. 20 വർഷ കാലയളവിലേക്കാണ് ഏത് ഡിബഞ്ചർ? റൂറൽ ഹൗസിംഗ് ഡിബഞ്ചർ ഫ്ലോട്ട് ചെയ്തിരുന്നത്. അപ്പൊ നോക്കിക്കേ, 1990 മുതല് റൂറൽ ഹൗസിംഗ് ലോൺ കൊടുക്കുന്നുണ്ട്. അതിനാവശ്യമായുള്ള ഫണ്ട് സമാഹരിച്ചത് ഏത് വഴിയാണ്? റൂറൽ ഹൗസിംഗ് ഡിബഞ്ചർ വഴിയാണ് ആ ഫണ്ട് സമാഹരിച്ചത്. ദെൻ ഇത് ഫുള്ളി സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആരാണ്? NHB ആണ്. എത്ര വർഷ കാലയളവിലേക്ക്? 20 വർഷ കാലയളവിലേക്കാണ് റൂറൽ ഹൗസിംഗ് ഡിബഞ്ചർ ഫ്ലോട്ട് ചെയ്തത്. അപ്പൊ നമ്മളിപ്പോൾ നിലവിൽ പഠിക്കുന്നത് പ്രധാനമായിട്ടും 4 ടൈപ്പ് ഡിബഞ്ചർ ഉണ്ട്. 1 ഓർഡിനറി ഡിബഞ്ചർ, 2 സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡിബഞ്ചർ, 3 നോൺ ഫാം സെക്ടർ ഡിബഞ്ചർ, 4 റൂറൽ ഹൗസിംഗ് ഡിബഞ്ചർ. അപ്പൊ ഇതിനു മുമ്പ് ഒരു റൂറൽ ഡിബഞ്ചർ ഉണ്ടായിരുന്നു. അതിനായിരുന്നു ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ നിലവിൽ അത് ഇല്ല. ഓക്കെ, ദെൻ മറ്റൊരു ടൈം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നത്
ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് എന്നാണ്. എന്താണ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്? KCRDBയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ടേമാണ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് എന്ന് പറയും. അപ്പൊ എന്താണ് ആ ഫണ്ട് എന്ന് നോക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന? ആരാണ്? KCRDB ആണ്. ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിന്റെ മറ്റൊരു പേരെന്താണ്? സിങ്കിങ് ഫണ്ട് എന്നാണ്. ആരാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? KCRDB ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എങ്ങനെ ഈ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദിസ് ഫണ്ട് ക്രിയേറ്റഡ് ഫ്രം ദ ലോൺ റിക്കവറീസ് ഓഫ് മെമ്പർ. ലോൺ റിക്കവറീസ് ഓഫ് മെമ്പർ. മെമ്പർ തിരിച്ചടക്കുന്ന ലോൺ തുകയിൽ നിന്നാണ്, അതായത് ലോൺ നൽകിയതിനു ശേഷം അതിൽ നിന്ന് തിരിച്ചു വരുന്ന ലോൺ തുകയിൽ നിന്നാണ് ഏത് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? സിങ്കിങ് ഫണ്ട് അല്ലെങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്. ആ പേര് തന്നെ ഡിബഞ്ചർ റിഡംഷൻ. റിഡംഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അടുത്ത് ടു റീപേ എന്ന, അതായത് കടപ്പത്രത്തിലൂടെ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഏത്? ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് പറയുന്നുണ്ട് ദിസ് ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ എന്തിനു വേണ്ടിയിട്ടാ? ഡിസ്ചാർജിങ് ദ ഡെപ്റ്റ് അറൈസിംഗ് ഔട്ട് ഓഫ് ദ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ. ഡിബഞ്ചറിലൂടെ ഉണ്ടാവുന്ന കടം, അത് കടപ്പത്രമല്ല, കടമാണ്. കടം വാങ്ങുന്ന ഇൻസ്ട്രുമെന്റ് ആണല്ലേ ഡിബഞ്ചർ. അപ്പൊ ഡിബഞ്ചറിലൂടെ ഉണ്ടാവുന്ന കടം അത് തിരിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഏത് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ഇൻവെസ്റ്റഡ് ഔട്ട്സൈഡ് ആൻഡ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ആസ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യണം? ഇത് ബാങ്കിന് പുറത്ത് നിക്ഷേപിക്കാം, ഔട്ട്സൈഡ് നിക്ഷേപം നടത്താം. എന്ത് ചെയ്യാം? ഔട്ട്സൈഡിൽ നിക്ഷേപിക്കാം. ഒരു കാരണവശാലും ഇത് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ഉപയോഗിക്കാൻ എന്ത് ചെയ്യാൻ പാടില്ല? ഔട്ട്സൈഡിൽ നിക്ഷേപിക്കാം. ഇറ്റ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ആസ് വർക്കിംഗ് ക്യാപിറ്റൽ. പ്രവർത്തന മൂലധനമായിട്ട് ഈ ഫണ്ടിലെ തുക എന്ത് ചെയ്യാൻ പാടില്ല? വിനിയോഗിക്കാൻ പാടില്ല. ഓക്കെ, പറയുന്നുണ്ട് അപ് ടു 60% ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ടിലെ 60% വരുന്ന തുക എന്ത് ചെയ്യണം? ഈസ് അലൗഡ് ടു ഇൻവെസ്റ്റ് ഇൻ ദ ഡിബഞ്ചർ ഓഫ് അതർ സ്റ്റേറ്റ് ARDBs. മറ്റ് സംസ്ഥാന കാർഷിക ഗ്രാമ വികസന ബാങ്കുകളുടെ ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മറ്റ് സംസ്ഥാന കാർഷിക ഗ്രാമ വികസന ബാങ്കുകളുടെ ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ് ടു 60%. ഏതിന്റെ? സിങ്കിങ് ഫണ്ട് അല്ലെങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിലെ തുക. ദെൻ അടുത്തത് അപ് ടു 30%, 30% വരെ എന്ത് ചെയ്യാം? സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലോ മറ്റ് അപ്രൂവ്ഡ് ബാങ്ക്സിലോ ഇൻവെസ്റ്റ് ചെയ്യാം. എന്താണ് പറഞ്ഞത്? 30%-ഓളം തുക എന്ത് ചെയ്യാം? സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലോ മറ്റ് അപ്രൂവ്ഡ് കോഓപ്പറേറ്റീവ് ബാങ്കിലോ മറ്റ് അപ്രൂവ്ഡ് ബാങ്കിലോ എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ് ചെയ്യാം. അടുത്തത് നോട്ട് ലെസ് ദാൻ 10%, 10% കുറയാതെയുള്ള തുക ഷാൾ ബി ഇൻവെസ്റ്റഡ് ഇൻ. എവിടെയാണ്? ഗവൺമെന്റ് ബോണ്ട്സ്. ഗവൺമെന്റ് ബോണ്ടുകളിൽ നിക്ഷേപിക്കാം. 10% കുറയാതുള്ളത് എവിടെ നിക്ഷേപിക്കാം? ഗവൺമെന്റ് ബോണ്ടിൽ നിക്ഷേപിക്കാം. അല്ലാതെ ഒരു കാരണവശാലും ഈ തുക എന്ത് ചെയ്യാൻ പാടില്ല? വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ എന്താണ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് എന്ന് മനസ്സിലായോ? ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത് KCRDB മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫണ്ടാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു ഡിസ്ചാർജ് ദ ഡെപ്റ്റ് ഡ്യൂ ടു ഡിബഞ്ചർ ഫ്ലോട്ടേഷൻ. ഡിബഞ്ചറിലൂടെ ഉണ്ടായ കടം എന്താണോ ആ കടം തിരിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫണ്ടാണ് ഇത് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ലോൺ റിക്കവറിയിൽ നിന്നാണ് ഈ ഒരു ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ലോൺ റിക്കവറിയിൽ നിന്നാണ് ഈ ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫണ്ടിലെ തുക എന്ത് ചെയ്യണമെന്ന് പറയുന്നത് എന്താണ്? ഒരു കാരണവശാലും വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ഈ ഫണ്ടിലെ തുക വിനിയോഗിക്കാൻ പാടില്ല. ഔട്ട്സൈഡ് ദ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാം. അതില് 60%-ഓളം തുക എന്ത് ചെയ്യാം? മറ്റ് CRDBയുടെ ഡിബഞ്ചറിൽ നിക്ഷേപിക്കാം. ദെൻ 30% സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലോ മറ്റ് അപ്രൂവ്ഡ് ബാങ്ക്സിലോ ഇൻവെസ്റ്റ് ചെയ്യാം. നോട്ട് ലെസ് ദാൻ 10% ഗവൺമെന്റിന്റെ ബോണ്ട് വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കാം. അല്ലാതെയുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഈ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിലെ തുക വിനിയോഗിക്കാൻ പാടില്ല. അപ്പൊ ഒരു ടേം ഓർത്തു വെച്ചേക്കണം, ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് എന്ന് പറയും. അടുത്തൊരു ടേമാണ് ഇത് DAP. എന്താണ് DAP? ഓർത്തു വെച്ചാൽ DAP എന്താണ്? ഡെവലപ്മെന്റ് ആക്ഷൻ പ്ലാൻ. ഓർത്തു വെച്ചാൽ DAP ഡെവലപ്മെന്റ് ആക്ഷൻ പ്ലാൻ.
എന്തിനു വേണ്ടിയാണ് DAP തയ്യാറാക്കുന്നത്? ഇൻ ഓർഡർ ടു സ്ട്രെങ്തൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ both short term and long term structure are viable units on a sustainable basis. എന്താണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, പ്രത്യേകിച്ച് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം നൽകുന്ന കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വയബിൾ യൂണിറ്റ് ആയിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത് DAP, ഡെവലപ്മെന്റ് ആക്ഷൻ പ്ലാൻ. ഇത് KCRDB ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം മുതലാ? ഫ്രം 1996, 1996 മുതൽ നബാർഡ് നിർദ്ദേശം അനുസരിച്ച് DAP, ഡെവലപ്മെന്റ് ആക്ഷൻ പ്ലാൻ എവിടെ നടപ്പിലാക്കുന്നുണ്ട്? KCRDB ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഏത് വർഷമാണ്? 1996, 1996 മുതൽ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിക്കേ. KCRDB എന്ന് പറയുന്നത് ലോങ് ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന അപ്പെക്സ് സ്ഥാപനമാണ്. ഓക്കെ, KCRDBയുടെ രൂപീകരണത്തിന്റെ ചരിത്രം പറയുന്നത് 1931 മുതലാണ്. 1931 ട്രാവൻകൂർ ഏരിയയിൽ ആദ്യമായിട്ട് ലാൻഡ് മോർഗേജ് ബാങ്ക് വന്നു. 35 കൊച്ചിൻ ഏരിയ, 38 എവിടെയാണ്? തലശ്ശേരി, ദെൻ കോഴിക്കോട്. ആ ഏരിയയിൽ 1938 കോഴിക്കോട്, പാലക്കാട്, തലശ്ശേരി. പിന്നീട് 1938 തന്നെ ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് രൂപീകരിച്ചു. അതിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയായിട്ട് രൂപീകരിച്ചു. മറ്റ് ബാങ്കുകൾ ഇതിൽ മെർജ് ചെയ്തു. നമ്മൾ ഇപ്പോൾ കാണുന്ന കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ചരിത്രം പറയുന്നത് ഒക്ടോബർ 4, 1956 രജിസ്റ്റർ ചെയ്തത്. 25 ഒക്ടോബർ 1956 പ്രവർത്തനം ആരംഭിച്ചു. പ്രവർത്തനം ആരംഭിച്ചപ്പോൾ 4 PCRDB ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിലവില് 77 PCRDB ആണ് KCRDB അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത്. 77 PCRDB ഉണ്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമ്മൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന 2 ടേം പറഞ്ഞു. ഏതാണ്? ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അല്ലെങ്കിൽ സിംഗിങ് ഫണ്ട്. ദെൻ അതുപോലെ തന്നെ DAP, ഡെവലപ്മെന്റ് ആക്ഷൻ പ്ലാൻ. ഓക്കെ, 1996 മുതൽ ഡെവലപ്മെന്റ് ആക്ഷൻ പ്ലാന് നടപ്പിലാക്കുന്നുണ്ട്. ദെൻ അതുപോലെ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അല്ലെങ്കിൽ സിംഗിങ് ഫണ്ട് എന്ന് പറയുന്നത് ലോൺ റിക്കവറിയിൽ നിന്നും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫണ്ടാണ്. ഡിബഞ്ചറിലൂടെ ഉണ്ടായ കടം തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നിലവില് KCRDBയുടെ ചരിത്രം പറയുവാണെങ്കിൽ KCRDB റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആയത് 1990 മെയ് 11 മുതലാണ്. 1984 KCRDB ആക്ട്. അന്ന് ബാങ്കിന്റെ പേര് എന്തായിട്ട് മാറി? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആയി. റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആയത് ഏതാണ്? 1990 മുതലാണ്. കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് ആക്ട് പാസ്സാക്കിയത് 1960 ആക്ട് പ്രാബല്യത്തിൽ വന്നത് 1961. ഇപ്പോൾ നമ്മൾ കാണുന്ന KCRDBയുടെ പഴയ പേരാണ് ഇത് കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക്. ഓക്കെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ ആയിട്ടുള്ള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ അവാർഡ് കിട്ടിയ ഒരു ബാങ്കാണ് ഇത് നമ്മുടെ KCRDB എന്ന് പറയുന്നത്. നിലവില് 21 അംഗങ്ങളുള്ള ഒരു ബോർഡ് ഓഫ് മാനേജ്മെന്റ് ആണ് ഭരിക്കുന്നത്. പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജി മോഹനാണ്. ദെൻ MD ഷാജി വി നായരാണ്. 21 അംഗങ്ങളാണ് ബോർഡ് ഓഫ് മാനേജ്മെന്റിലുള്ളത്. ഓക്കെ, ദെൻ അവരുടെ ഡിബഞ്ചറിനെ കുറിച്ചും, ഡിബഞ്ചർ ആയിരുന്നു 2012 വരെ അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട്. 2012 ശേഷം നബാർഡ് നൽകുന്ന റീഫിനാൻസ് ഫെസിലിറ്റി ആണ് അവരുടെ പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. 2012 മുതൽ FD സ്വീകരിക്കുന്നുണ്ട്. FD സ്വീകരിക്കുന്നത് PCRDB ആണ് KCRDBയുടെ പേരിൽ. പക്ഷെ 2022 ഗവൺമെന്റ് PCRDBക്ക് നേരിട്ട് FD സ്വീകരിക്കുന്നതിനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷേ നിലവില് അത് ആരംഭിച്ചിട്ടില്ല. ഡിബഞ്ചറിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യുന്ന ആരാണ്? RB ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ KCRDB സ്വീകരിക്കുന്ന FDയുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആരാ ഫിക്സ് ചെയ്യുന്നത്? അത് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആരുടെ ക്ലിയറൻസ് വാങ്ങിയിരിക്കണം? നബാർഡ് ക്ലിയറൻസ് വാങ്ങിയിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും ഈ KCRDB എന്ന് പറയുന്ന ആ ഒരു ബാങ്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിൽ കവർ ചെയ്യപ്പെടാത്ത ഏരിയ നമ്മൾ എവിടെ കവർ ചെയ്യും? PCRDBയിൽ നമ്മൾ കവർ ചെയ്യും. കുറെ ടേംസ് നമ്മൾ പഠിക്കാനുണ്ട്. അത് നമ്മൾ PCRDBയിലും അതുപോലെ ഇതിന്റെ നാഷണൽ ലെവൽ ഫെഡറേഷൻ പഠിക്കുന്ന സമയത്ത് ഇതിൽ കവർ ചെയ്യാത്ത പോയിന്റുകൾ നമ്മൾ അവിടെ കവർ ചെയ്യുന്നതാണ്. സോ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യുക? ക്ലാസ് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും താഴത്ത് എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.